ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഞങ്ങൾ എഴുന്നേറ്റു കേട്ടോ. ഞാൻ ആദ്യമേ എഴുന്നേക്കും, ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എഴുന്നേക്കും കേട്ടോ. ഇന്ന് ഇച്ചിരി വൈകി എഴുന്നേക്കാനായിട്ട്, നല്ല നേരത്തെ എഴുന്നേക്കും. എഴുന്നേറ്റ് പിന്നെ നമ്മൾ എഴുന്നേറ്റിട്ടില്ലെങ്കിൽ നമ്മുടെ മുഖത്ത് നോക്കിയിട്ടൊരു കൂവലൊക്കെ ഒരുമാതിരി ഒച്ചയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ പിന്നെ ഒന്ന് എഴുന്നേറ്റ് ചിരിക്കുകയൊക്കെ ചെയ്താൽ ആൾക്ക് സന്തോഷമാവും. ഇന്ന് ചിരിച്ചുകൊണ്ടിരിക്കും. അല്ലേ വന്നാ നമ്മൾ ഇങ്ങനെ കിണുങ്ങുമ്പോൾ വിചാരിക്കും പാലിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അല്ലേ, നമ്മളൊന്ന് എഴുന്നേറ്റിട്ട് അവനോട് സംസാരിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. പാലൊക്കെ കൊടുത്താലും നമ്മുടെ മുഖത്തൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കും. പിന്നെ വേണോ, പിന്നെ വഴക്കൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ ഇങ്ങനെ എടുത്തുകൊണ്ട് കിടക്കണം രാത്രി, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുമില്ല. രാത്രി ഇപ്പോൾ ഒന്ന് എഴുന്നേറ്റാൽ പോലും ഉണ്ട് അതവിടെ കിടന്ന് കളിച്ചിട്ട് ആൾ ഉറങ്ങിക്കോളും. പാല് മാത്രം കറക്റ്റ് സമയത്ത് കൊടുത്താൽ മതി. അത് എപ്പോഴും വേണം, ഉറങ്ങുന്ന സമയത്ത് പാല് വേണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. വയറ് നിറഞ്ഞിരുന്നാൽ മതി. പിന്നെ കളിച്ച് ഉറക്കം വരുമ്പോൾ തനിയെ ഉറങ്ങിക്കോളും. പകലാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. അതാണ് നമുക്ക് കുറേ വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മളെപ്പോഴും കുഞ്ഞിൻ്റെ അടുത്ത് ഒരാൾ വേണം, കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കണം. കുഞ്ഞിന് അങ്ങനത്തെ ഇതൊന്നുമില്ല കേട്ടോ. ആളൊരു പാവാ. പാലൊക്കെ കുടിച്ച് നമ്മൾ ഹാളിൽ കൊണ്ട് കിടത്തി അവിടെ കിടന്ന് കളിക്കുകയും ഉറങ്ങും. പക്ഷെ ഒരുപാട് നേരം ഇങ്ങനെ എടുക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. ഞാനിപ്പോൾ എടുത്ത പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നപ്പാ രാവിലെ എഴുന്നേറ്റ എടുത്തോ അമ്മ, ഇഷ്ടപ്പെട്ടില്ലേ? കളിക്കണം, വെയിലത്തായിട്ട് കളിക്കണം. എന്നെ കിടത്താം. 3.5 മാസമായി കുഞ്ഞിന്. 3.5 മാസമായി. കുറേ ചെരിഞ്ഞ് കിടക്കും കേട്ടോ. കാലൊക്കെ ഫുള്ള് കമഴ്ത്തും. പിന്നെ ഈ ഒരു കൈയും കൈ ഇങ്ങനായിട്ട് തല ഫുള്ള് ചെരിക്കുന്നില്ല, നടുവരെ മൊത്തം ചെരിച്ചിടുവേ. കമിഴ്ന്ന് പോകുന്നുണ്ട്. ഇതുവരെ ശരീരം മൊത്തം ഇങ്ങനെ ശരിക്കും, ഒന്ന് കാല് മാത്രം ഇങ്ങനെ കമിഴ്ത്തിയിടും. മൊത്തം കമിഴ്ന്നിട്ടില്ല. പിന്നെ തല പൊക്കി പിടിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും കാണുന്നൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ വേഗം ചെരിയുക. കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെരിയാനുള്ള താല്പര്യമൊന്നുമില്ല. ഇങ്ങനെ കൈയും കാലൊക്കെ ഇട്ട് കളിച്ചുകൊണ്ടിരിക്കും. നമുക്ക് വീഡിയോ എടുക്കണ്ടേ? കുഞ്ഞു വരുന്നുണ്ടോ? അമ്മയുടെ കൂടെ വരുന്നുണ്ടോ? ഋഷിക്കുട്ട വായു ഇല്ല. ഒരു കുഞ്ഞ് പാദസരമൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അത് അമ്മ വാങ്ങിയിട്ട് കൊടുത്താണ്. കുഞ്ഞ് ഉറങ്ങിയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. തള വാങ്ങിയില്ല, അമ്മയ്ക്ക് പാദസരം വേണമെന്ന് പറഞ്ഞിട്ട് അമ്മയൊരു പാദസരം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞ് പാദസരം. ഇത് കുറച്ച് ദിവസം ഇടാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ചെറുതായിപ്പോൾ ഇപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവൻ കളിക്കുന്ന സമയത്ത് നമുക്കറിയാം, ഉറങ്ങുമ്പോഴും അറിയാം കേട്ടോ. തൊട്ടിയിലൊക്കെ ചിലപ്പോൾ ഉറങ്ങി കഴിയുമ്പോൾ കൊണ്ട് കിടത്തി ചിലപ്പോൾ തൊട്ടിയിൽ കിടന്നിട്ട് കളിക്കും. കുറച്ച് മനക്കൊന്നും ഇല്ലെങ്കിൽ ആൾ ഉറങ്ങിയത് മനസ്സിലാവും. പിന്നെ ഈ പാദസരം ഇട്ടിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, പെൺകുട്ടിയാണ്. നേരിട്ട് പോയി കാണുമ്പോഴേ സാധാരണ ആൺകുട്ടികൾ തളയല്ലേ ഇടുക, കുഞ്ഞല്ല, എന്തായാലും കുഴപ്പമില്ലല്ലോ. പിന്നെ നാളെ അണ്ണൻ പോവുകയാണ് കേട്ടോ. അണ്ണനും നാത്തൂനും ശ്രീകുട്ടിയൊക്കെ നാളെ തിരിച്ചു പോവുകയാണ്. യാമിച്ചനും അവരിപ്പോൾ വന്നിട്ട് 1 മാസമായി. അവരുടെ ലീവ് കഴിഞ്ഞു, ഇനി പോവുകയാണ്. അവർക്ക് തനു ഇപ്പം അങ്ങോട്ട് പോയിരിക്കുമായിരുന്നേ. തനുവിനും ഭയങ്കര സങ്കടമായിട്ട് പോവുക ഭയങ്കര കരച്ചിലായിരിക്കും പോകുന്ന സമയത്ത്. യാമിയുടെ കൂടെ കളിക്കാൻ തന്നെ ഭയങ്കര ഇഷ്ടം. പിന്നെ അണ്ണൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും എപ്പോഴും അവിടെ പോയി നിൽക്കുന്നത്. ശ്രീകുട്ടിയാണെങ്കിലും ഭയങ്കര കാര്യമാണ്. ശ്രീകുട്ടി ആണെങ്കിലും ഇപ്പോൾ തനുവിൻ്റെയൊക്കെ ചെറിയ വാശിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ ആണെങ്കിൽ അതിനൊക്കെ നിന്ന് കൊടുക്കുന്നത് ഭയങ്കര കാര്യം ശ്രീകുട്ടീനെ. അപ്പോൾ പോകാന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ പോണ സമയത്ത് ഭയങ്കര ഒരു കരച്ചിലും ഇതൊക്കെ ഉണ്ടാവും. നാളെ പോകുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇന്നൊന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ. കുറച്ച് മീനൊക്കെ വാങ്ങി അച്ചാറൊക്കെ ഇട്ട് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. നമ്മൾ അച്ചാറിട്ടിട്ട് വീഡിയോ എടുത്തപ്പോൾ അവിടെ അണ്ണൻ്റെ അടുത്ത് അണ്ണൻ അറിയാവുന്ന ആരൊക്കെയോ അവർക്കും അച്ചാർ വേണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അന്ന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അച്ചാറൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് വീഡിയോ ഇട്ടത്. അപ്പോൾ ഇപ്പോൾ പോകുമ്പോൾ കുറച്ച് അച്ചാറൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ മീൻ കിട്ടാനില്ല ഒന്നാമത്. നമ്മൾ 2-3 ദിവസമായിട്ട് ഞാൻ അന്വേഷിക്കുന്നുണ്ട്. ചേട്ടന്മാരോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മീൻ കിട്ടാനില്ല ഇപ്പം. എല്ലാം ചെറിയ മീനാണ്. ഇപ്പോൾ ഈ 1 കിലോ 1.5 കിലോ ഉള്ള ചൂരയോ കേദറയൊക്കെ വാങ്ങിയിട്ട് നമ്മൾ മുറിച്ച് കഷ്ണങ്ങളൊക്കെ ആക്കി വരുമ്പോഴത്തേക്കും അതൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ തലയും മുള്ളൊക്കെ പോയി കഴിയുമ്പോഴേ നല്ല കഷ്ണമല്ലേ നമുക്ക് അച്ചാറിടാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നലെ ഉണ്ണേട്ടനൊക്കെ മണ്ണാർക്കാട് പോയ സമയത്ത് ഒരു 2 കിലോ ഉള്ള പോലത്തെ മീൻ, മണ്ണാർക്കാട് നല്ലതായിട്ട് കിട്ടിയത്, ഗോളിക്കട നമ്മുടെ ഇവിടെ നിന്ന് 2 കിലോ ഉള്ള പോലത്തെ ഒരു മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. 3 മീൻ വാങ്ങിയായിരുന്നു കേട്ടോ. അങ്ങനെ പക്ഷെ അതൊന്ന് നന്നാക്കി വരുമ്പോൾ എത്രത്തോളം ഉണ്ടാവുമെന്ന് അറിയത്തില്ല. എന്തായാലും ഒന്ന് വെട്ടി വൃത്തിയാക്കി നോക്കണം. പിന്നെ കുറച്ച് ചിപ്സൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. താഴെ വാഴക്കൊലയുണ്ട്. വാഴക്കൊല എന്ന് പറഞ്ഞാൽ ഒടിഞ്ഞ് കിടക്കുന്ന വാഴക്കൊലകളുണ്ട് കേട്ടോ. ഇത് നല്ല മൂത്തതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എടുത്തിട്ടുണ്ട്
ചിപ്സ് ഉണ്ടാക്കി കൊടുക്കുക അല്ലേ, അവർക്ക് പോകുമ്പോൾ കഴിക്കുക അല്ലെ അവിടെ പോയിട്ട് കഴിക്കുക. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആട്ടോ ഇന്ന്. നാളെ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇന്നത്തോടെ നിർത്തത്തില്ല, നാളെയും കൂടെ അവർ പോകുന്നതും കൂടി എടുക്കും കേട്ടോ. ഒരു ഷൊർണൂരിൽ നിന്നാണ് കേട്ടോ ട്രെയിൻ കയറുന്നത്. നമുക്കിവിടെ കോയമ്പത്തൂർ ഉണ്ട് റെയിൽവേ സ്റ്റേഷൻ, അതാണ് കുറച്ചുകൂടെ റോഡും എല്ലാം നല്ലതാണ്, പോകാൻ എളുപ്പം അതാണ്, ദൂരം ഉണ്ടെങ്കിലും. പിന്നെ അവർക്ക് ട്രെയിനുള്ള ഷൊർണൂരിൽ നിന്നാണ് കേട്ടോ വരുന്നത്, ഷൊർണൂരാണ്. അപ്പോൾ നാളെ അവിടെ കൊണ്ടുവരണം. ഞാൻ എന്തായാലും അതോടെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പോയി മീൻ വെട്ടാ. അച്ചാറില്ലേ വരുന്നോ? ശകായിക്കാൻ വരുമോ? അമ്മയെ ശകായിക്കുമോ? വരുമോ? വരുമോ? കൈവിട്, ഞാൻ പോട്ടെ. കൈവിട്ടാൽ ഞാൻ പോകും ഇപ്പോൾ. അപ്പം ഇന്ന് രാവിലെ കഴിക്കാനായിട്ടേ അടയാട്ടോ ഉണ്ടാക്കുന്നത്. അട എന്ന് പറയുമ്പോൾ മധുരം വെക്കാതെ കുറച്ച് സവളയും പച്ചമുളകൊക്കെ ഇട്ടിട്ടുള്ളൊരു അടയാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗോതമ്പ് പൊടിയൊക്കെ എടുത്ത് വെച്ചു, തീയും കത്തിച്ചിട്ടുണ്ട്. അട ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അട ഉണ്ടാക്കാനായിട്ട് നമുക്ക് അട ഉണ്ടാക്കാനായിട്ട് വേണ്ടത് കുറച്ച് സവാള എടുത്തിട്ടുണ്ട്, പിന്നെ 2-3 ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, പിന്നെ ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി, തേങ്ങ, അത്ര ആട്ടോ വേണ്ടത്. ഇതിൽ ക്യാരറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ക്യാരറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എടുത്താണ്. പിന്നെ ഗോതമ്പ് പൊടി ആണ് അട ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്, ജീരകം, ഇതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൽ കുറച്ച് തേങ്ങയും കൂടെ ചിരകി വെച്ചിട്ടുണ്ട്. ഗോതമ്പ് പൊടിയിൽ നമ്മൾ ആദ്യമേ ജീരകവും ഉപ്പും ഇട്ടിട്ടുണ്ട്, അതിലോട്ട് നമ്മളിതെല്ലാം കൂടി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ഇടുക. പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങയും കൂടി ഇടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ടേ ഒരുപാട് ഇതാക്കാതെ നമുക്കൊന്ന് പരത്തിയെടുക്കാൻ പറ്റുന്ന പോലെ പരുവത്തിനൊന്ന് കുഴച്ചെടുക്കണേ. ഒരുപാട് വെള്ളമായ പരത്തി എടുക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനായിരിക്കണമേ, എന്നാലും നമുക്ക് പരത്തിയെടുക്കാൻ എളുപ്പം. കുറച്ചുകൂടെ വെള്ളം കുറഞ്ഞാലും കുഴപ്പമില്ല, ഇനിയും വെള്ളമായ പരത്താൻ ബുദ്ധിമുട്ടായിരിക്കും. ദോശക്കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ടേ, നമ്മളതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് കട്ടിയിലല്ലാട്ട് പരത്തുന്നത്, കുറച്ച് പരത്തുന്നത്. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഒന്ന് തേച്ച് മൊത്തം ആക്കിയിട്ടൊന്നുമില്ല, ഒന്ന് ഒഴിച്ച് കൊടുത്തേ ഉള്ളൂ കേട്ടോ. പരത്താനായിട്ട് പോവാം. വെള്ളത്തിലൊന്ന് കൈ മുക്കിയിട്ട് പരത്തുവാണെങ്കിൽ വേഗം പരത്തിയെടുക്കാതെ, ഒരുപാട് കട്ടിയില്ലാണ്ട് കേട്ടോ പരത്തിയെടുക്കാനായിട്ട് പോകുന്നത്. വെള്ളത്തിൽ മുക്കായി മറിച്ചിട്ട് ഒന്ന് കുറച്ചൊന്ന് മുരിഞ്ഞോട്ടെ, അപ്പോൾ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. അടയായിട്ടുണ്ട്, എടുക്കുക. 2-3 ദോശ ഉണ്ടാക്കിയേ, കുറച്ച് മാവും കൂടി മതി. വെള്ളം കെട്ടുന്ന വേഗം പരത്തിയെടുക്കട്ടെ. കല്ല് ഒരുപാട് ചൂടായ വേഗം ദോശ പരത്തിയത് നമ്മുടെ കയ്യിലോട്ട് തന്നെ ഒട്ടിപ്പിടിച്ച് വരുവേ. ഒരുപാട് കല്ല് ചൂടാവത്തേന് മുന്നേ പരത്തിയതാണെങ്കിൽ അത് നല്ല. പിന്നെ തീയും കുറച്ചേ പാടുള്ളൂ. ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ പിന്നെ കറിയൊന്നും വേണ്ട. കഴിക്കാൻ പോവാം. കട്ടി കുറച്ച് മുരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാട്ടോ കഴിക്കാനായിട്ട്. നമുക്ക് രാവിലെ തന്നെ ഈ മീനങ്ങ് വെട്ടി റെഡിയാക്കാം കേട്ടോ. ഇന്നലെ കൊണ്ടുവച്ച മീനല്ലേ, ഫ്രിഡ്ജിലായിരുന്നു, നല്ല കട്ട പിടിച്ചിരിക്കുമായിരുന്നേ. ഇപ്പോൾ ഒന്ന് റെഡിയാക്കിയതേ ഉള്ളേ, തണുപ്പൊക്കെ കളഞ്ഞൊന്ന് എടുത്തിട്ടേ ഉള്ളൂ. മുകളിലത്തെ തോലൊക്കെ ചെത്തി 3 മീനാട്ടോ വൃത്തിയാക്കി നമുക്ക് വറുത്തെടുക്കാം. മീനച്ചാറിടുമ്പോൾ മുള്ളും ഒന്നും എടുക്കാത്തതുകൊണ്ടേ നമുക്ക് കുറച്ച് കഷ്ണം കിട്ടത്തുള്ളൂ കേട്ടോ. 2 കിലോ ഉള്ള 3 മീൻ, 6 കിലോ ഉണ്ട് മീൻ. പക്ഷെ വെട്ടി വൃത്തിയാക്കി നമ്മൾ പിന്നെ വറുത്തൊക്കെ വരുമ്പോഴത്തേക്ക് മീൻ അച്ചാറിടുമ്പോൾ ഒന്നും ഉണ്ടാകത്തില്ല. മീൻ കുറച്ച് പഴക്കമുണ്ടേ, മീൻ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ കിട്ടുമ്പോൾ അങ്ങനെ തന്നെയാവും. മുറിച്ച് കഷ്ണങ്ങളാക്കുക. നമ്മൾ 2-3 മീൻകാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ മീൻ കിട്ടാനില്ല. വലിയ മീനൊന്നും വരുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നമുക്ക് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ നല്ല മീൻ കിട്ടും. നമുക്ക് രാവിലെ പോയി എടുത്തിട്ട് വരുന്നവരൊക്കെ കൊണ്ടു തരുവാണെങ്കിൽ
അല്ലാതെ നമ്മൾ വാങ്ങുമ്പോൾ കടയിൽ കൊണ്ടുവന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ കൊണ്ടുവന്ന് നമ്മൾ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരുപാട് പഴക്കമാവും. മീൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുവാണേ. ഇച്ചിരി പാടാ മുറിക്കാനായിട്ട്. ഒരുപാട് തണുപ്പ് മാറുന്നതിന് മുന്നേ അങ്ങ് മുറിച്ചാൽ മതിയായിരുന്നു. ഞാൻ വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ തണുപ്പും നന്നായിട്ട് പോവുകയും ചെയ്യും. മീനൊന്ന് കഴുകിയെടുത്തേ. മുറിക്കണ ഇച്ചിരി പാടാട്ടോ, ഇച്ചിരി കഷ്ടപ്പെട്ടാണ് മുറിച്ചെടുക്കുന്നത്. മുറിച്ചിട്ട് പിന്നെ ഇതിനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി വെക്കണം. പിന്നെ കഴുകുമ്പോഴത്തേക്ക് എല്ലാം കൂടെ പൊടിഞ്ഞു. അതുകൊണ്ട് ഈ വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ കഴുകിയെടുത്തേ. നമ്മൾ മീൻ മുറിച്ചെടുത്തിട്ടുണ്ടേ. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടൊന്ന് തിരുമ്മി വെക്കാനായിട്ട് പോകാട്ടോ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വറക്കാം. സാധാരണയായിട്ട് മീനച്ചാറ് ഇടുമ്പോഴേ ഇതിൽ പൊടികളൊന്നും ചെറുതിങ്ങനെ ഇളക്കിയിട്ട് വറക്കാറില്ല കേട്ടോ. അല്ലാതെ തന്നെ വറക്കുക. കാരണം വെച്ചാൽ നമ്മൾ മീൻ വറക്കുന്ന എണ്ണ പിന്നെ എടുത്ത് വെച്ച് മീൻ വറക്കാൻ വേറെ എന്തെങ്കിലും മീൻ വറക്കാനൊക്കെ ആയിട്ട് എടുക്കാറുണ്ട്. ഇപ്പം എല്ലാവരും പറയും ഇതിൽ പൊടിയിട്ടിട്ട് വറുത്ത് കുറച്ചുകൂടെ നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു വട്ടം പൊടികളൊക്കെ ഇട്ടിട്ടൊന്ന് തിരുമ്മി വെച്ച് വറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പൊടികൾ തിരുമ്മി കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് വറക്കാം. നമ്മുടെ ഈ പ്ലാവിലെ ആദ്യത്തെ ചക്ക പഴുത്തു കേട്ടോ. ഞാൻ അവിടെ നിന്ന് മണം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ആ ചക്കയുടെ മണം വരുന്നതെന്നൊന്നും അറിയണ്ടായിരുന്നില്ല. പോയി തട്ടി നോക്കിയാൽ പഴുത്ത പോലെ തോന്നി. പിന്നെ ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് ഓട്ടയും കൂടി ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ ആ ഏറമാടത്തിൻ്റെ ആ കയറിപ്പോണ വഴി തന്നെ സൈഡിൽ തന്നെ ആയിട്ടാണ്. അപ്പോൾ ഉണ്ണേട്ടൻ പയ്യെ അതിൽ കയറിപ്പോയിട്ട് കോണി കൂടെ താഴെ ഇടാണ്ട്, പഴുത്തായതുകൊണ്ട് താഴെ ഇടാണ്ട് പയ്യെ അത് പിടിച്ചിറങ്ങി വരുവാണ് കേട്ടോ. നല്ല പഴുത്ത ചക്ക കേട്ടോ. മീനവിടെ മസാലയൊക്കെ തേച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് പഴുത്ത ചക്ക നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അണ്ണനൊക്കെ വന്നിട്ടുണ്ടേ. ഇഞ്ചിയും കൊണ്ട് വന്നതാണ് നമുക്ക് എന്താ മീനച്ചാറിടാൻ വേണ്ടിയിട്ടേ. കുറച്ച് ചക്ക കൊടുത്തും വിടാം. ചക്ക പിച്ചി എടുക്കുക കേട്ടോ. വീട്ടിലോട്ടുള്ളത് പിച്ചി കൊടുത്തു വിടാൻ പോവുക. ബാക്കി കൊടുത്ത് കഴിക്കുന്നുമുണ്ട്. ഇപ്പം തന്നെ ഇട്ടുകൊണ്ടായതുകൊണ്ട് നല്ല മധുരം കേട്ടോ. അപ്പം ഒരിടയ്ക്ക് ചക്ക ആകെ മോശമുണ്ട്. 2 കൊല്ലത്തോളം വറുക്കാനും കൊള്ളത്തില്ല. കഴിക്കുമ്പോൾ ഭയങ്കര പുളിയും. ചുളക്കൊക്കെ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. കഴിക്കാൻ കൊള്ളത്തില്ലായിരുന്നു. ഇപ്പം ഇപ്പം ഏണിയിൽ കയറിയിട്ടാണ് പറിച്ചത്. ഇപ്പം പറിച്ചോളൂ. ഫ്രഷാണ്. നല്ല മധുരമുണ്ട് ചക്കയ്ക്ക്. ചെത്തി മൊത്തം പിച്ചെടുക്കട്ടെ. ചക്ക എടുത്തോ കേട്ടോ. പുറത്തുള്ള ചകിരിയൊന്നും കളഞ്ഞിട്ടില്ല. അതൊക്കെ വേണമെങ്കിൽ അവർ കളഞ്ഞിട്ട് കഴിച്ചോട്ടെ. അതൊക്കെ കളഞ്ഞെടുക്കണേ കുറേ സമയം എടുക്കും. ഇതിങ്ങനെ കൊടുത്തു വിടാം, കൊണ്ട് കഴിച്ചോട്ടെ. തനു ഉണ്ട് അവിടെ കേട്ടോ. തനു ഇവർ പോണോണ്ട് 2 ദിവസമായിട്ട് അവിടെയാണ്. അപ്പോൾ നമുക്കിന്ന് മീനച്ചാറൊക്കെ ഇട്ട് വൈകുന്നേരം കൊണ്ടുപോയിട്ട് പാഴ്സൽ ചെയ്യണം. പക്ഷേ പാഴ്സലല്ല, പാക്ക് ചെയ്യണം വീട്ടിൽ കൊണ്ടുപോയിട്ട്. ഇതിപ്പോൾ കൊടുത്തു വിടാം. ചോറ് കഴിക്കുവാണേ. ചോറ്, ചീരത്തോരൻ, മോരുകറി, മീൻ വറുത്തത്. ചക്കയൊക്കെ അവർക്ക് കൊടുത്തു വിട്ടെ. കഴിക്കട്ടെ. മീൻ വറുത്തിട്ടില്ല. കഴിച്ച് കഴിഞ്ഞിട്ട് പോയിട്ട് വേണം മീൻ വറുക്കാനായിട്ട്. കുഞ്ഞ് നല്ല ഉറക്കമാണ്. ഇപ്പം അവന് ഒന്നുകൂടി പാൽ കൊടുത്തിട്ട് മീൻ വറുക്കാൻ ഇറങ്ങാം. മുറ്റത്തായിട്ട് വറുക്കാവേ. അപ്പോൾ വേഗം വറുത്തായി കിട്ടും. മറ്റേതാകുമ്പം തീ എല്ലായിടത്തോട്ടും എത്തത്തില്ല. റൗണ്ട് അടുപ്പായതുകൊണ്ട് ആ ഉരുളിയിരിക്കുമ്പോൾ ആ ഭാഗത്ത് മാത്രമേ കിട്ടത്തുള്ളൂ. മീനൊന്ന് വറുത്തെടുക്കാനൊക്കെ ഇച്ചിരി പാടാണേ. പുറത്ത് തീ കത്തിച്ചിട്ട് വെക്കുവാണെങ്കിൽ വേഗമായി കിട്ടും. തീ കത്തിക്കാൻ പോവാട്ടോ. അടുപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇവിടെ അടുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ അടുക്കള പൊളിച്ച സമയത്തും പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അധികമായിട്ട് ചെയ്യുന്ന സമയത്ത്, കശുവണ്ടി ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ അടുപ്പുണ്ടാക്കുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ എന്ന് വെച്ചാൽ പറഞ്ഞാൽ ഈ ഏറമാടോ ആ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് തണൽ വരും. ഒരുപാട് വെയിലുണ്ടാവില്ല ഇവിടെ. പിന്നെ ഒരു കാറ്റൊക്കെ ഉണ്ടാവും. വേറെ എവിടെ പോയാലും നമുക്ക് മിക്കവാറും വെയിലൊക്കെ ഉണ്ടാവും. ഇതൊരു ഒഴിഞ്ഞ സ്ഥലം പോലെ. അപ്പോൾ ഇവിടെ നമുക്ക് അടുപ്പൊക്കെ ഉണ്ടാക്കാൻ എളുപ്പം. മീനിടാൻ പോവുകയാണേ. മൊത്തത്തിൽ ഇടുക കേട്ടോ. രണ്ടായിട്ടൊന്നും വറക്കുന്നില്ല. മൊത്തം ഇട്ട് കൊടുക്കുക.
1 ലിറ്റർ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒന്നിൽ തന്നെ ഇട്ടിട്ട് എടുക്കാൻ പറ്റത്തില്ല കേട്ടോ, കുറച്ച് അധികം മീനുണ്ട്. ഇപ്പം ഞാൻ 1 ലിറ്റർ എണ്ണ ഒഴിച്ച ശേഷം ഒരുമിച്ച് തന്നെ ഇട്ട് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കൊള്ളത്തില്ല. നമുക്ക് 2ആയിട്ട് വറുത്തെടുക്കാം. ഇഞ്ചി അരിയും കേട്ടോ, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ. ഇത് ഇത്രത്തോളം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട്. മീനച്ചാറാകുമ്പോൾ കുറച്ചധികം ഉണ്ടെങ്കിലല്ലേ അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. എല്ലാം ചിരണ്ടിയും പൊളിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. പച്ചമുളകും വേണം, പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് അരിയണം. നീളത്തിലാട്ടോ അരിയുന്നത്. മീനായിട്ടുണ്ടേ, നന്നായിട്ട് ഇപ്പം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കോരാം. ഇതിൻ്റെ രണ്ടാമതുള്ളതും കൂടി ഇടണം കേട്ടോ. അത്യാവശ്യം നല്ലൊരു കളറൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ പൊടിയൊക്കെ ഇട്ടിട്ടാന്ന് തോന്നുന്നുണ്ട് കേട്ടോ, മുളക് പൊടിയൊക്കെ. നമ്മൾ സാധാരണ വറക്കുമ്പോൾ ഈ മുളക് പൊടിയൊന്നും ഇടാണ്ടാണ് വറക്കൽ. അപ്പോൾ ഇത്ര കളറുണ്ടാവാറില്ല, നല്ല കളറുണ്ട്. രണ്ടാമത് മീൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഏകദേശം അത്ര തന്നെ മീനുണ്ട്, വലിയ കുറവൊന്നുമില്ല. ഏകദേശം അത്ര തന്നെ ഉണ്ട്. പിന്നെ ഇത് ഒന്ന് വെള്ളമൊക്കെ വലിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി ഉണ്ടാവുന്നുള്ളൂ, കുറച്ചേ ഉള്ളൂ. ഇടുന്ന മീനിൻ്റെ ഒന്നും പകുതി പോലും ഇല്ല വറുത്ത് വരുമ്പോഴത്തേക്ക്. ഇതും കൂടെ ആവട്ടെ. ഇതൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ബാക്കിയും കൂടെ അരിഞ്ഞ് ചേർക്കട്ടെ, മൊത്തം തീർന്നിട്ടില്ല. അച്ചാറ് കടുക് വറുക്കാനായിട്ട് പോവുകയാണേ. നല്ലെണ്ണ എടുക്കുന്നേ. കുറച്ച് നല്ലെണ്ണ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, നല്ലെണ്ണ വാങ്ങാൻ മറന്നുപോയി. കറിവേപ്പില ഇടുവാണേ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് ഇനി ഇഞ്ചി ആട്ടോ ഇടുന്നേ. ഇഞ്ചി ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇടുക. ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലോട്ട് നമ്മൾ മുളക് പൊടി ഇടുക. കുറച്ച് മുളക് പൊടി അതിലിട്ടിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് മുളക് പൊടി മതി. പിന്നെ മുളകും പച്ചമുളക് കിട്ടിയേക്കുന്നതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് എരിവിനായിട്ടുണ്ടാവും. മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ഉലുവാപ്പൊടിയാണ് ഇടുന്നത്. ഇതായിട്ടുണ്ട്. ഇതിലോട്ട് മീനിടുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കുന്നുണ്ട്. ഇച്ചിരി എരിവ് കുറവായിരിക്കും, കുറച്ച് എരിവ് കുറച്ചേ കഴിക്കുള്ളൂ കേട്ടോ. ഞാൻ ഇത്തിരി മുളക് പൊടി ഒന്ന് കുറച്ചാണ് ഇട്ടേക്കുന്നത്. ഇനി ഇറക്കാനായിട്ട് പോവുകയാണേ. ഇറക്കിയിട്ടാണ് ഞാൻ വിനാഗിരി ഒഴിക്കാൻ പോകുന്നത്. ഇനി ഇതിലോട്ട് വിനാഗിരി ഒഴിക്കുവാണേ. കുറച്ചധികം വിനാഗിരി ഒഴിക്കുന്നുണ്ട്. മീൻ നന്നായിട്ട് വീർത്ത് വരും കേട്ടോ. ആ സമയത്ത് വിനാഗിരി പിന്നെ ഒട്ടും ഇല്ലാതാവും. നമ്മളിതിലോട്ട് കായം ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, കായം വറക്കാൻ പോയേക്കുമായിരുന്നു. നേരത്തെ കായം വറക്കാൻ മറന്നു പോയതായിരുന്നു. കായപ്പൊടിയും കൂടി ഇടുന്നുണ്ട്, വറുത്ത് പൊടിച്ചതാണേ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കാം. കുറച്ച് വിനാഗിരിയൊക്കെ മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. മീനച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് അതിലോട്ടൊന്ന് പിടിച്ച് വരട്ടെ. പിന്നെ നാളെ ശരിക്കും ഒരു 2 ദിവസം ഇരുന്നായിരുന്നു കറക്റ്റ് വെള്ളമൊക്കെ വലിഞ്ഞ് സെറ്റായിട്ടുണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നാളെ രാവിലെ വരെയുള്ള വെള്ളം വലിയുന്നത് തന്നെ ഉണ്ടാവുള്ളൂ. ഇന്ന് വൈകുന്നേരം കൊണ്ടുപോയിട്ട് പാക്കും കൂടി ചെയ്യണം. ഇനി എന്തായാലും കുറച്ചുകൂടെ വിനാഗിരി വേണം കേട്ടോ അതിന്. മീനച്ചാറിനൊക്കെ ആകുമ്പം മീനിപ്പോൾ ഇങ്ങനെ ഉണങ്ങിയിരിക്കുമായിരിക്കും. വിനാഗിരി ഒഴിച്ച് കഴിയുമ്പോൾ അത്യാവശ്യം കഷ്ണങ്ങളൊക്കെ ഒന്ന് വീർത്ത് വരും കേട്ടോ. ഇനി ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വാഴക്കുല വെട്ടാനായിട്ട് പോവുകയാണേ. ചിപ്സ് ഉണ്ടാക്കിയിട്ട് കൊടുത്ത് വിടാം. നമ്മൾ വാങ്ങുന്ന ചിപ്സും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചിപ്സും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കും, നല്ല എണ്ണയിൽ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതും വ്യത്യാസമുണ്ട്. നമുക്കിവിടെ വാങ്ങാനും കിട്ടും കേട്ടോ ചിപ്സൊക്കെ ഉണ്ടാക്കുന്നത്. ഇവിടെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്, പക്ഷെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. നമ്മുടെ ഇവിടെ വാഴക്കുലയുണ്ട്. വാഴക്കുല എടുക്കാനായിട്ട് പോവുകയാണ്. താഴെ കണ്ടത്തിലോട്ട് പോകണം. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് നമുക്കൊരു വാഴക്കുല എടുത്തിട്ട് വരാം. ഇത് ഒടിഞ്ഞു വന്നിരിക്കുന്ന വാഴക്കുലയാണേ. വാഴയ്ക്ക് എന്തോ കേടായിട്ട് ഒടിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം മൂത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വറക്കുന്ന ചിപ്സിനൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്ന വാഴക്കുല അത് ഒരുപാട് മൂത്തില്ലെങ്കിലും കുഴപ്പമില്ല. അത്യാവശ്യം ഒന്ന് മൂത്താൽ മതി. നല്ല മൂത്ത അതിനെക്കാട്ടി നല്ലത് ഒരുപാട് മൂക്കാത്തയാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു പാകത്തിന് മൂപ്പുണ്ട്. അപ്പോൾ ഇത് വെട്ടിയിട്ട് പോകാനായിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ളൊരു വാഴക്കുലയാണേ. നമുക്കിത് എടുത്തിട്ട് പോകാം.
പിടിക്കാൻ പറ്റിയില്ല, വെയിറ്റ് ഉണ്ട്. താഴെ വീണേ. നമുക്കത് കൊണ്ടുപോകാൻ വീട്ടിലേക്ക്. വറുക്കാനുള്ള വാഴയ്ക്ക എടുത്തിട്ടുണ്ട്. ഇപ്പം അതിന് പുറമെ കുറച്ച് മണ്ണൊക്കെ ഉണ്ട്. ഒന്ന് കഴുകി കളഞ്ഞിട്ട് പൊളിച്ചു തുടങ്ങാം. കറയുണ്ടെങ്കിൽ കറയിൽ ആയിട്ട് വാഴയ്ക്കയിൽ മണ്ണാവും. കുറച്ച് ചെളി പൊടിമണ്ണും ഉണ്ട് കേട്ടോ. കറയുമായിട്ട് കൊണ്ടുവരുന്ന വഴിക്കായതാണേ. നന്നായിട്ടൊന്ന് കഴുകുന്നുണ്ട്. നമുക്കിന്ന് കൊണ്ടുപോയത് പൊളിക്കാം. പൊളിച്ചിടട്ടെ കേട്ടോ. പൊളിച്ചിട്ട് മറ്റേ സ്ലൈസറുണ്ട്, അപ്പോൾ നമുക്കതിൽ എണ്ണയിലോട്ട് തന്നെ അരിഞ്ഞിടാം. ഒരു വലിപ്പം കുറവാട്ടോ കായ്ക്ക്. മൂത്തിട്ടുണ്ട്. നമ്മളിവിടെയൊക്കെ വാഴക്കുല സാധാരണ ഒരു ഉരുളിമ ഉണ്ടാവും, ആ ഉരുളിമയില്ല. അപ്പം പൊളിച്ച് കഴിയുമ്പോഴത്തേക്ക് വലിപ്പം കുറവായിരിക്കും കേട്ടോ. സൈസ് വളരെ കുറവാണ്. വെള്ളത്തിലോട്ട് ഇടുക കേട്ടോ. 10-15 മിനിറ്റ് അങ്ങനെ വെള്ളത്തിൽ കിടക്കട്ടെ. അണ്ണന് ഒരു എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കൊടുത്തു വിടലുണ്ട് കേട്ടോ. നമ്മളിവിടുന്ന് അയച്ചു വിടുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറേശ്ശെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അവർക്ക് വാങ്ങാനും അവിടെ കിട്ടും. നമ്മുടെ ഒരു മാമനുണ്ട് അവിടെ പഞ്ചാബിൽ. അപ്പോൾ അവിടെ പോയി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ വാങ്ങാൻ കിട്ടുമെന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ നിന്നാണെങ്കിലും അയക്കുമ്പോൾ പോസ്റ്റ് ഓഫീസ് വഴി അയച്ചാലേ നമുക്ക് അയക്കുന്നത് ലാഭമാവുള്ളൂ കേട്ടോ. പിന്നെ വേറെ ഏതെങ്കിലും കൊറിയർ വഴിയാണെന്നുണ്ടെങ്കിൽ, പ്രൈവറ്റ് കൊറിയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല പൈസ ആവുന്നുണ്ട്. അച്ചാറൊക്കെ ആകുമ്പോൾ നല്ല വെയിറ്റ് വരുവേ, കുറച്ച് അധികം ഇട്ട് അയക്കുമ്പോൾ. ഒന്നായിട്ട് മാത്രം അങ്ങനെ അയക്കാറില്ല. അയക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടാണ് അയക്കൽ. കുറച്ച് നാൾ മുന്നേ കഴിഞ്ഞ പ്രാവശ്യം വരുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടായിരുന്നു എൻ്റെ അമ്മ ചിപ്സൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ അയച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. സ്ലൈസറുണ്ട്, വെച്ചിട്ട് വയ്ക്കുക. ഇതിലോട്ട് സ്ലൈസ് ചെയ്തിടുക. ഒരുപാട് അടുത്തോട്ടിരിക്കുമ്പോൾ മുഖത്ത് പുക വരും. മൂന്ന് വാഴയ്ക്ക് ഇതിനകത്തോട്ട് ഇട്ടിട്ടുള്ളൂ കേട്ടോ. തീ ഇച്ചിരി കുറഞ്ഞു പോയി, അതുകൊണ്ട് അതിൻ്റെ ഒരു ഇതുണ്ട്. കുറച്ച് നന്നായിട്ട് തീ കത്തണ്ടേ. ഇത് അടുപ്പത്തോട്ട് എണ്ണയിലോട്ട് ഇട്ട് കഴിയുമ്പോൾ തീ വെച്ച് ചെറിയ ചുള്ളിവറകൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം വേഗം കത്തിയങ്ങ് പോയി കഴിഞ്ഞപ്പോൾ തീ ഇല്ലാണ്ടായി. ഇപ്പം നന്നായിട്ട് കത്തിച്ചിട്ടുണ്ട്. ഇത് ഒരുവിധം ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ഒഴിക്കാനായിട്ട് പോവുക. വെള്ളത്തിൽ കലക്കിയിട്ടൊന്ന്. സാധാരണ നമ്മൾ അല്ലാതെ ഉപ്പ് അതിലോട്ട് ഇട്ട് കൊടുക്കും, ഉപ്പായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഇപ്പോൾ വെള്ളത്തിൽ കലക്കിയിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ആയിട്ടുണ്ട്. എടുക്കാൻ പോവാം. നന്നായിട്ട് തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ടേ. രണ്ടാമതിടുമ്പോൾ ഒരിടത്ത് കൂടിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും ആയിട്ടാണ് ഇടുന്നത്. കട്ട പിടിക്കുമോ എന്നറിയത്തില്ല. ചിപ്സ് കുറേ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഉണ്ട് കേട്ടോ. ചായ കുടിക്കാനായിട്ട് വന്നതാണേ. കുഴപ്പമില്ല, രസമുണ്ട് കേട്ടോ. ടേസ്റ്റ് ഉണ്ട്. പാകത്തിന് മൂപ്പും ഉണ്ടായിരുന്നേ. ചായ കുടിക്കട്ടെ. നല്ല കോടയൊക്കെ ഇറങ്ങി വരുന്നു. മഴക്കാറ് കയറിയിട്ട് മൂടലായി മൊത്തം. ചായ കുടിച്ചിട്ട് ഇനി കുടിക്കാനായിട്ട് പോവാം. ഇനി അലക്കാനായിട്ട് പോവുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ കുറച്ച് തുണികളുണ്ട്. അപ്പോൾ അതൊന്ന് തൊട്ടി കൊണ്ടിട്ട് അലക്കി എടുക്കാനായിട്ട് പോവാം. അലക്കി വന്നിട്ട് പിന്നെ അങ്ങനെ കുളിക്കുകയും കൂടെ വേണം. അതിനിപ്പോൾ എന്തായാലും അലക്കി കഴിയുമ്പോഴത്തേക്ക് നനയും കേട്ടോ. കുറച്ചധികം തുണികളുണ്ട്. അപ്പോൾ താഴെ അലക്കാൻ പോട്ടെ. അലക്കാനായിട്ട് പോവുകയാണേ. കുഞ്ഞിൻ്റെ ഒരു തൊട്ടിൽ തുണി അത് കൊണ്ടുവന്ന കേട്ടോ. 2 തുണിയുണ്ട്. 2ഉം കെട്ടിയേക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഒരു തൊട്ടിലിൽ ഇപ്പോൾ കിടത്തില്ല. നമ്മുടെ റൂമിലുള്ള ആ തൊട്ടിലിൽ മാത്രമേ ഇപ്പോൾ കിടത്തിലുള്ളൂ. അപ്പോൾ പിന്നെ മറ്റത് ഞാൻ അഴിച്ച് അലക്കി ഇനി
കെട്ടിയിട്ട് ആ തൊട്ടിൽ തുണി കൂടെ അലക്കണം. അത് കുറച്ച് ദിവസമായി. നല്ല കോട്ടൻ്റെ നല്ല കട്ടിയുള്ള തൊട്ടിൽ തുണിയാണേ, നല്ല കോട്ടൺ. തൊട്ടിൽ കിടത്തുവാണെങ്കിൽ ഞാൻ പുതച്ചു കൊടുക്കാറൊന്നുമില്ല. രാത്രി പുതയ്ക്കും, രാത്രി തണുപ്പുണ്ടാവും. പകലൊക്കെ ആണെങ്കിൽ പുതയ്ക്കത്തൊന്നുമില്ല. രണ്ട് കളറിലാണ്, ഒരു വെള്ളയും ചുവപ്പുമായിട്ട് കെട്ടണം കേട്ടോ. ഇതിങ്ങനെ കൂട്ടി തയ്ച്ചതായിരുന്നേ, ഞാനത് അഴിച്ച് കെട്ടുന്ന പോലെ ആക്കി. നമ്മളിവിടെ എല്ലാം കെട്ടുന്ന പോലെ തൊട്ടില്ല. അപ്പോൾ ഇടയിലൊരു കമ്പും കൂടെ ക്രോസ് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞിനെ എടുക്കാനും ഒക്കെ എളുപ്പമാണ്. പിന്നെ അവർക്കാണെങ്കിലും ഇങ്ങനെ കൂടി കിടക്കത്തില്ല. ഒരു കമ്പ് ഇങ്ങനെ ഇടയിൽ ഇട്ടുണ്ടെങ്കിൽ നമുക്കൊരു കമ്പും കൂടി ഉണ്ട്. കൊതുക് വലയൊക്കെ ഇടുവാണെങ്കിൽ, ആ നെറ്റൊക്കെ ഇടുവാണെങ്കിൽ കമ്പുണ്ടെങ്കിൽ അതിലിടാം. അല്ലെങ്കിൽ പിന്നെ അതിങ്ങനെ ഊർന്ന് വന്നുകൊണ്ടിരിക്കും. ലാസ്റ്റ് തുണിയെല്ലാം ഒന്ന് ഊരി പിഴിഞ്ഞെടുക്കണേ. ഞാനിപ്പോൾ ഒന്ന് അലക്കി സോപ്പ് പതയും കളഞ്ഞ് വെക്കുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ തന്നെയൊക്കെ അലക്കുന്നതായതുകൊണ്ട് എങ്ങനെയായാലും അതിൻ്റെ അകത്ത് സോപ്പ് വെള്ളമൊക്കെ തെറിക്കുക. ലാസ്റ്റ് പിന്നെ ഒന്ന് ഊരി പിഴിഞ്ഞെടുക്കണം. നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഈ വേനലായിട്ടും തോട്ടിൽ ഇത്രയും വെള്ളമില്ലേന്ന്. അതിപ്പോൾ ഈ വർഷം അത്യാവശ്യം മഴ കിട്ടുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നലെയൊക്കെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ആ മഴ കിട്ടുന്നതുകൊണ്ടാണ് വെള്ളമുള്ള, അല്ലെങ്കിൽ വെള്ളം ഇപ്പോഴും കുറയേണ്ടതാണ്. വറ്റത്തില്ല, കുറയത്തേ ഉള്ളൂ. ഈ തോട് കുറേ വർഷങ്ങളായിട്ടുള്ള തോട്, അങ്ങനെ ഇതുവരെ വറ്റിയിട്ടില്ല. പണ്ടൊരു ഉരുൾപൊട്ടലുണ്ടായ തോടാണ്. ഇതുവരെ അങ്ങനെ വറ്റലൊന്നുമില്ല. അപ്പോൾ നമുക്ക് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് വിശ്വസിച്ച് ചെയ്യാം കേട്ടോ. തോടുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ. തോട്ടിൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ടങ്ങളിലൊക്കെ ഒരു നനവും, കിണറിലൊക്കെ വെള്ളം ഉണ്ടാവും. തോട്ടത്തിൽ വെള്ളം പറ്റിയാൽ മൊത്തത്തിൽ വെള്ളം പറ്റും. കുഞ്ഞിനെ വാക്സിൻ എടുക്കാനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, 2ാമത്തെ വാക്സിൻ. അപ്പോൾ അതിൻ്റെ കുറച്ച് തുണിയിട്ടുണ്ട്. 1.5 മാസം, പിന്നെ 2.5 മാസം, 3 മാസം, 2.5 മാസത്തെ. അവന് കഫക്കെട്ടൊക്കെ ആയിട്ട് കുഞ്ഞിന് എടുക്കാനായിട്ട് വാക്സിൻ എടുക്കാൻ ഇച്ചിരി വൈകിട്ടുണ്ടായിരുന്നു. എൻ്റെ നൈറ്റിയിലും അത്യാവശ്യം ചെളിയൊക്കെ ഉണ്ടാവും കേട്ടോ. അവനും പാല് കുടിക്കാൻ സമയത്ത് പാല് പോകണമൊക്കെ നമുക്ക് തോട്ടിക്കൊണ്ട് നലയ്ക്കുക ചെയ്യണേ. ഡയപ്പറുകൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അലക്കാനായിട്ട്. അത് മൊത്തം അലക്കി അതിമേ വെച്ചു. ഡയപ്പർ കുഞ്ഞിന് വെള്ളത്തുണികൾ അങ്ങനെ ഇപ്പോൾ ഉപയോഗിക്കലില്ല, ഡയപ്പർ തന്നെ ഉപയോഗിക്കൽ. ഇപ്പോൾ വെള്ളത്തുണി അലക്കൽ കുറവ്, പക്ഷേ ഡയപ്പർ അലക്കാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. പിന്നെ കുറച്ച് നേരമൊക്കെ അങ്ങനെ നിൽക്കുമല്ലോ, നനയത്തൊന്നുമില്ല. ബാക്കിയുള്ള ഈ ഷീറ്റിൽ കിടത്തലും പിന്നെ നനയാതിരിക്കുകയാണെങ്കിൽ ഷീറ്റുകളിൽ ക്വിക്ക് ഡ്രൈ ഷീറ്റൊക്കെ ഉണ്ടല്ലോ, അതിലും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ എടുത്താൽ പിന്നെ അവരുടെ പുറമൊക്കെ ആണെങ്കിലും കുറേ കഴിയുമ്പോൾ ചൂടാവും. അതാകുമ്പോൾ അങ്ങനെ പിന്നെ കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ആദ്യമേ ഇലക്കി വെച്ചു. പിന്നെ കുറച്ച് പെണ്ണിൻ്റെയൊക്കെ ഡ്രസ്സും കുഞ്ഞിൻ്റെ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അലക്കി കഴിഞ്ഞ് ഇങ്ങനെ ഒരു പെണ്ണും കൂടെ എടുത്ത് കൊണ്ടുപോകുന്നേ. ഞാനും മൊത്തം നനഞ്ഞു പോയിട്ട് കുളിക്കണം. അലക്കി കഴിഞ്ഞു കേട്ടോ. തുണിയൊക്കെ ഒന്ന് ഊരി പിഴിഞ്ഞെടുത്തുകൊണ്ടിരിക്കുവാണേ. ഇനി കുറച്ചുകൂടെ ഉള്ളു, ബാക്കി ഊരി പിഴിഞ്ഞെടുത്ത് ഊരി പിഴിഞ്ഞെടുത്തിട്ട് കൊണ്ടിട്ട് ഒന്ന് ഉണക്കും കൂടി ചെയ്യുന്നുണ്ട്. വാഷിംഗ് മെഷീനിലിട്ട് ഉണക്കിയെടുക്കുക, അല്ലെങ്കിൽ ഉണങ്ങി വരാൻ ഒരുപാട് സമയം എടുക്കും. മഴയും മഴക്കാറൊക്കെ ഉള്ളതുകൊണ്ട് ഉണങ്ങി വരാൻ നല്ല താമസമാണ്. ഇതൊന്ന് ഉണക്കിയിട്ട് വിരിക്കും. പോയിട്ടാണ് വീട്ടിൽ ചെന്നിട്ട് കുളിക്കട്ടെ. ഞങ്ങൾ പല്ലിയിറക്കി പോവുകയാണേ. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു, പല്ലിയിറക്കി പോകാൻ തുടങ്ങുക. അപ്പം അച്ചാർ പാക്ക് ചെയ്യട്ടെ. ഇപ്പോൾ ഒരു കുപ്പിയിലാക്കിയിട്ടാണ് കൊണ്ടുപോകണേ. നമുക്ക് എന്നിട്ട് വീട്ടിൽ പോയിട്ട് ഒരു കവറിലാക്കിയിട്ട് കുപ്പിയിലിറക്കും.
അല്ലെങ്കിൽ ഇത് പോവും. ഒരു പിന്നെ ബാഗിലൊക്കെ കൊണ്ടുപോകണം, ഡ്രസ്സിലൊക്കെ ആവും. കുപ്പി കൊള്ളുമെന്നറിയില്ല കേട്ടോ, മാക്സിമം അതിൽ കൊള്ളിക്കണം. കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നേ, അതുകൊണ്ട് വേറൊരു പാത്രത്തിലാക്കുക. ആ പാത്രത്തിൽ കൊണ്ടില്ല. ചിപ്സ് ഇടാനായിട്ട് വലിയൊരു കവർ എടുത്തിട്ടുണ്ട്. വലിയൊരു കവറിലോട്ട് ഇടുന്നത് മൊത്തം നിറച്ച 10 കിലോ ഉണ്ടാവും. അത് വിൽക്കാൻ അവിടെ കൊണ്ടുപോയിട്ട് കഴിക്കാനുള്ളതുണ്ട്. ഇത് മതി. എന്താ ഇത്ര ഉണ്ട് കേട്ടോ ചിപ്സ്. കെട്ടി വെക്കട്ടെ. ഇതൊക്കെ എങ്ങനെ കൊണ്ടുപോകും പഞ്ചാബ് വരെ? അത് പറ. കുഴപ്പമില്ല, വണ്ടിയിലിരുന്ന് മൊത്തം തിന്ന. എന്തായാലും 3 ദിവസം ട്രെയിനിലല്ലേ. ഇത് മുറുക്ക് വാങ്ങിയതായിരുന്നു കേട്ടോ. നല്ല മുറുക്കാണ്, നല്ല എണ്ണയിൽ ഉണ്ടാക്കുന്നത്. നമുക്ക് കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങുന്നതാണ്. ഏതാ കട? ആനന്ദാസിൽ നിന്ന് വാങ്ങിയ മുറുക്കാണ്. റാഗിയുടെ മുറുക്കും പിന്നെ വേറൊരു മുറുക്കും പിന്നെ ചിപ്സ് ഉണ്ടാക്കിയത്. തേന് വാങ്ങിയതുണ്ടായിരുന്നു കുറുമ്പ സൊസൈറ്റിയിൽ നിന്ന്. പിന്നെ മീനച്ചാർ നമുക്ക് പാക്ക് ചെയ്യല്ല. നമുക്കെല്ലാം കൂടെ ഒറ്റ കവറിലിട്ട് കൊണ്ടുപോകാം കേട്ടോ. അച്ചാർ ചിലപ്പോൾ ചെരിഞ്ഞാൽ പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അത് വലിയ നല്ല കുപ്പിയൊന്നും അല്ല, ഒരു മിഠായിയുടെയൊക്കെ കുപ്പിയാട്ടോ, വലിയ കട്ടിയില്ലാത്ത കുപ്പിയാണ്. നല്ല കുപ്പിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എണ്ണയൊന്നും ലീക്കാവില്ല. ഇത് പക്ഷേ പോകാനുള്ള ചെറിയ ചാൻസ് ഉണ്ട്. അപ്പോൾ അച്ചാർ ഞാൻ വേറൊരു കവറിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാ വർഷവും അമ്മ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയൊക്കെ വെക്കാറുണ്ട് കേട്ടോ. ചിലപ്പം ചില പ്രാവശ്യമൊക്കെ പോകുന്ന സമയത്ത് ബീഫ്, പോർക്ക്, ചിക്കൻ, മീൻ എന്നൊക്കെ പറഞ്ഞ അച്ചാർ, അങ്ങനെ എല്ലാ സൈസ് അച്ചാറൊക്കെ ഇട്ട് വെക്കാറുണ്ട്. ഈ വർഷം എന്തൊക്കെയോ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടാക്കാതിരിക്കില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഞങ്ങൾ വീട്ടിലെത്തി. തനു ഭയങ്കര കളിയാട്ടോ. തനുവിന് 2 ദിവസമായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പോലുമില്ല, അത്ര കളിയാണ് തനു. പോകണമെന്ന് അറിഞ്ഞതും കൂടെ ആയപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഞാൻ തോന്നുന്നു ഇങ്ങോട്ട് വരുന്നില്ല. അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ നിന്നാൽ പിന്നെ വീട്ടിൽ വരണമെന്ന് പറയാറുണ്ട് കേട്ടോ. ചേച്ചിയുടെ കൊച്ചുകൊണ്ട് അങ്കിത ഉണ്ടായിരുന്നു. 3 പേരും കൂടെ ആയിരുന്നോട്ടെ കളി. നമ്മൾ പയ്യെ പാക്കിങ് സ്റ്റാർട്ട് ചെയ്തു. മീനച്ചാറും നമ്മളിവിടുന്ന് കൊണ്ടുപോയത് അത് കവറിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. ആദ്യം ടേപ്പ് വെച്ചിട്ട് ചുറ്റി, പിന്നെ പ്ലെയിൻ ആയിട്ടുള്ളൊരു കവറുണ്ടല്ലോ അതും വെച്ചിട്ട് നന്നായിട്ട് ചുറ്റുന്നുണ്ട്. അപ്പോൾ എണ്ണയൊന്നും എവിടെ പോവില്ലല്ലോ. ഭക്ഷണ സാധനങ്ങൾ മാത്രം സെപ്പറേറ്റ് ഒരു ബാഗിലും ഡ്രസ്സ് വേറെ സെപ്പറേറ്റ് ബാഗിലും ആയിരുന്നു കേട്ടോ. കുഞ്ഞിനെ അവിടെ കൊണ്ടുപോയി കിടത്തി. കുറച്ച് നേരം ചെന്നവിടെ തന്നെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേർ കളിക്കാൻ തുടങ്ങിയപ്പോൾ താഴെ കിടത്തി കേട്ടോ. അപ്പോൾ അങ്കിത കുഞ്ഞിനെ നോക്കുമായിരുന്നു. ആ സമയത്ത് അച്ഛനും ഉണ്ണേനും കുറേ പാക്ക് ചെയ്തു കേട്ടോ. നമുക്ക് കൊടുത്തു വിടാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ള ഡ്രസ്സ് സാധനങ്ങളൊക്കെ അവരവിടെ പാക്ക് ചെയ്യുന്നുണ്ട് ഉള്ളിൽ. പിന്നെ കൊണ്ടുപോകുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്തു കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ 3-4 ടൈപ്പ് അച്ചാറുകളുണ്ട് കേട്ടോ. പോർക്കിൻ്റെ അച്ചാറുണ്ട്, മീനച്ചാറുണ്ട്, പിന്നെ മാങ്ങാച്ചാറുണ്ട്, പിന്നെ എന്തുണ്ടായിരുന്നേ, പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മ പുളിയിഞ്ചി, പിന്നെ പാവയ്ക്ക കൊണ്ടാട്ടമുണ്ട്, മുളക്, പാവയ്ക്കയും മുളകും വറുത്ത് കേട്ടോ. പിന്നെ ഈ റാഗിപ്പൊടി, അമൃതം പൊടി, എള്ള്, അങ്ങനെ എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ട്. ശ്രീകുട്ടിക്ക് HB ഇത്തിരി കുറവുണ്ട്, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അമൃതം പൊടി കുഞ്ഞിനുള്ളതാണ്. പിന്നെ നമ്മൾ ആ മുറുക്ക് വാങ്ങിയില്ല അത്. പിന്നെ കുറച്ച് അല്ലാത്ത മിക്സർ, വെളിച്ചെണ്ണ, ഹൽവ, അതൊക്കെ റാഗിയാണേ. അങ്ങനെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ, തേന്, അപ്പോൾ എല്ലാം നമ്മൾ സെറ്റാക്കിയിട്ട് നമ്മുടെ ബാഗിൽ വെക്കുന്നു. നമ്മളിന്ന് വീട്ടിൽ പോകാട്ട്. ഉറക്കം വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വീട്ടിലോട്ട് പോവുക. പാക്ക് ചെയ്യാനുള്ള പരിപാടി കഴിഞ്ഞു. അവരവിടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നാളെ രാവിലെ റെഡി ആയിട്ട് വരാം. ഒരു 8 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. മുളകില്ലേ, അതാണ് പൊങ്ങ്, നമ്മളിവിടെ പൊങ്ങുന്ന പറയാം. നല്ല മധുരമുണ്ട്. നീ വീട്ടിൽ പോട്ടെ. ഞങ്ങൾ റെഡി ആയിട്ടോ, ഇറങ്ങാനായിട്ട് പോവുകയാണേ. കുഞ്ഞും തനു ഉണ്ണേട്ടനും എല്ലാവരും ഇവിടെ റെഡിയായി. ഞങ്ങൾ വണ്ടി കൊണ്ട് എങ്ങോട്ട് പോകുന്നത്, ഇനി പല്ലിയേറി പോയി അണ്ണനെയൊക്കെ കൂട്ടി അതുവഴി വേണം പോകാനായിട്ട്. ഈ പല്ലിയേറയ്ക്ക് പോണ റോഡാണെങ്കിൽ ഭയങ്കര മോശമാണ് കേട്ടോ. അവിടെ ഒരു എത്തണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവുന്ന കുഴിയാട്ടോ, വലിയൊരു കുഴിയും. മൊത്തം തോന്നിട്ടാ. അപ്പം ഞങ്ങൾ ഇറങ്ങട്ടെ കേട്ടോ. ഇനി ടാറ്റ കൊടുക്ക് താൻ ടാറ്റ കൊടുക്കടാ. എല്ലാവർക്കും ടാറ്റ കൊടുക്ക്. കുഞ്ഞ് ടാറ്റ കൊടുക്ക്. ടാറ്റ. എവിടെ പോവും നമ്മള്? എവിടെ പോവാ? അല്ല, പല്ലിയാർ വീട്ടിൽ പോവാണോ? ശരത്തുമ്മനെയൊക്കെ പാലക്കാട് കൊണ്ടുവിടാൻ പോവല്ലേ? കുഞ്ഞ് കരയുവോ?
ശരത്മാമൻ പോകുമ്പോ കരയോ? ഉറപ്പാ? അതെന്താ നോക്കട്ടെ. അമ്മ ശരിക്കും പറ, കരയോ പറ. ഇല്ല. നോക്ക്, കണ്ണി നോക്കി പറ, കരയോ? ഇല്ല. ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങിയിട്ടോ. അങ്ങോട്ട് പോണ റോഡ് ഭയങ്കര മോശമാണേ. നമ്മുടെ വീട്ടിൽ പണിക്ക് വന്ന ചേച്ചി ആക്സിഡൻ്റ് ആയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇവിടെ വെച്ചിട്ടാട്ടോ. ഈ റോഡിൽ ഇതിന് വലിയ കുഴിയാട്ടോ താഴെ. വലിയ കുഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കുഴി. ഇതിൻ്റെ അകത്ത് കുറേ മണ്ണും എന്തൊക്കെയോ വാരി ഇട്ടിട്ട് ഇപ്പോൾ കുറേ അടച്ച് വെച്ചേക്കുവാണേ. കുറേ ആക്സിഡൻ്റ് അവിടെ നടന്നു. ടാർ പല സ്ഥലങ്ങളിലും ഇല്ല. ആ ഒരു പരുവമായിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ ചെന്നപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അവർ പോവുമല്ലേ, വല്യമ്മയായിട്ട്. അത് വല്യമ്മ എപ്പോഴും കുറേ പാട്ടും കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ വല്യമ്മയുടെ അടുത്ത് പോയിരിക്കുന്നത്. ഈ അമ്മയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തു. പിന്നെ എല്ലാവരും പഞ്ചാബിൽ കൊണ്ടുപോകാമെന്ന് പറയും കേട്ടോ. അമ്മേനെ മാത്രം കൊണ്ടുപോകില്ല എന്ന് പറയും. അമ്മയോട് എപ്പോഴും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. എല്ലാ കുട്ടികളും അങ്ങനെയല്ല, അച്ഛമ്മമാരോട് ഇച്ചിരി കച്ചറയായിരിക്കുമല്ലോ. താനും അങ്ങനെയായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ കുറേ മാറ്റമുണ്ട് കേട്ടോ. അമ്മ എടുത്തിപ്പോൾ അമ്മേനോട് ഭയങ്കര സ്നേഹമാണ്. പണ്ടെന്ന് പറഞ്ഞാൽ അമ്മേനെ എപ്പോഴും വഴക്കൊക്കെ പറഞ്ഞ് ഒഴിച്ചു വിടുകയൊക്കെ ചെയ്യായിരുന്നു. പിന്നെ എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്ത് ഇറങ്ങുക കേട്ടോ. തനുവിന് ഇപ്പോൾ കൂടെ പോകുന്നതുകൊണ്ട് ആ സങ്കടവും ബുദ്ധിമുട്ടും ഒന്നും അറിയണില്ല. അവിടെ ചെന്ന് കഴിയുമ്പോൾ മിക്കവാറും നല്ല കരച്ചിലാവാൻ സാധ്യതയുണ്ട്. അപ്പം വലിയ ബാഗൊക്കെ ആയിരുന്നു കേട്ടോ. 2 ബാഗ് ഉണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെയൊക്കെയോ വണ്ടിയിൽ കയറ്റി. വണ്ടിയിൽ ഒരുപാട് സ്പേസ് ഒന്നും ഇല്ല കേട്ടോ. ഉള്ള സാധനങ്ങൾ പുറകിലൊക്കെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെയാണ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഞാൻ ഋഷികുട്ടനാണ് എൻ്റെ കയ്യിലോട്ട് കൊടുത്ത്. പിന്നെ പിള്ളേർ എൻ്റെ അടുത്തായിരുന്നു കേട്ടോ. 2 പേര് ഇരുന്നിരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് പോകുന്ന റോഡ് അത്യാവശ്യം കുറച്ച് മോശമാണ്. പിന്നെ നമുക്ക് കുറച്ച് അത്ര മുകളിലത്തെ നമ്മുടെ വന്ന വഴിയില്ല, അത്ര കുഴപ്പമില്ല കേട്ടോ. പിന്നെ അച്ഛമ്മയുടെ അടുത്ത് പോയി, കൊച്ചച്ഛൻ്റെ വീടാട്ടോ. അച്ഛമ്മയുടെ അടുത്ത് പോയി പോണ കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ അത് അനിയനാണേ പറഞ്ഞ് ഞങ്ങൾ പിന്നെ ഇറങ്ങി. അപ്പം ശ്രീകുട്ടിയുടെ വീട്ടിലും കൂടെ പോകുന്നുണ്ടായിരുന്നു. ശ്രീകുട്ടിയുടെ അച്ഛൻ അച്ഛമ്മയുടെ ആങ്ങളെയാണ് കേട്ടോ. അങ്ങനെ ഒരു ബന്ധമുണ്ടേ. അപ്പം അച്ഛന് കുറച്ച് സാധനങ്ങളൊക്കെ അച്ഛമ്മ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ടാട്ടോ പോകുന്നത്. നമ്മുടെ ചുരമൊക്കെ ഇറങ്ങി പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ചുരം ഇറങ്ങി കഴിയുമ്പോൾ തന്നെ കാലാവസ്ഥയിൽ നല്ല മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഋഷിക്കൂട്ടന് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ കുഴപ്പമില്ല. താഴെ ഇറങ്ങി കഴിഞ്ഞാൽ ചൂടൊക്കെ അടിയുമ്പോഴത്തേക്കും ആൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാട്ടോ. പിന്നെ കുറേ നേരം എടുത്തുകൊണ്ടിരിക്കുന്നതും ആൾക്ക് വലിയ താല്പര്യമില്ലാത്ത കാര്യമായതുകൊണ്ട് നമ്മൾ പിന്നെ എവിടെയെങ്കിലും കിടത്തിയ കുഴപ്പമില്ല, സീറ്റിലോ എവിടെയെങ്കിലും കിടത്തിയ കുഴപ്പമില്ല. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ഭയങ്കര ബുദ്ധിമുട്ട് ഇങ്ങനെ കാണിക്കാറുണ്ട്. പിന്നെ ശ്രീകുട്ടിയുടെ വീട്ടിൽ ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി. 3 മണിക്കായിരുന്നു ട്രെയിന്. പിന്നെ വേഗം റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ഷൊർണൂരാണ് കേട്ടോ വന്നിരുന്നത്. പിന്നെ ട്രെയിനും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വന്ന ഒരു 10 മിനിറ്റ് അപ്പോഴത്തേക്കും ട്രെയിനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ലേറ്റ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ട്രെയിനും കറക്റ്റായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്ന സമയം കറക്റ്റ് ടൈമായിരുന്നു. പിന്നെ വീണ്ടും ഒരു യാത്ര പറച്ചിലൊക്കെ ആയിരുന്നു. തനുവിനപ്പം തന്നെ സങ്കടം വരാനായിട്ട് തുടങ്ങി കേട്ടോ. പോവാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു സങ്കടമായി. അമ്മയ്ക്ക് പിന്നെ സങ്കടമല്ല, വാന്ന് പറയുമായിരുന്നേ. തനുവിന് പണ്ടേ ഇങ്ങനെ തന്നെ കേട്ടോ. 1.5 വയസ്സുള്ളപ്പോൾ തന്നെ ഭയങ്കര കരച്ചിലായിരുന്നു ഇവർ പോകുന്നത്. പിന്നെ കഴിഞ്ഞ വർഷം 2.5 വയസ്സുള്ളപ്പോൾ ഈ ഒരു ഏപ്രിൽ സമയത്ത് എല്ലാ വർഷം വരാറുണ്ട് അവർ. ഓണത്തിന് വരെ ഏപ്രിൽ സമയത്തും വരും. കഴിഞ്ഞ വർഷം വന്നപ്പോഴും ഭയങ്കര കരച്ചിലായിരുന്നു. അത് കുറേ നേരം കരഞ്ഞു. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ കരച്ചിലായിരുന്നു കേട്ടോ. കരയില്ല എന്നൊക്കെ പറഞ്ഞാൽ വരുന്നു. പക്ഷേ ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ആളുടെ സ്വഭാവം മാറും. കുറേ നേരം കരഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. ഒരു പഞ്ചാബിലോട്ട് അങ്ങനെ യാത്രയായി. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ, ടേക്ക് കെയർ.